മുന്നും പിന്നും നോക്കാതെ ട്രെൻഡിന് പുറകെ സഞ്ചരിക്കുന്ന ആൾക്കൂട്ട ആരവത്തിന്റെ കാലമാണിത്. അന്ധമായ തരത്തിൽ ട്രെൻഡിന് പിറകെ അനുഗമിക്കാൻ നമുക്ക് പ്രത്യേക മിടുക്ക് തന്നെയുണ്ട്. നാട്ടിലെങ്ങും റഹീമിന് സ്വീകരണമാണ്. ജുമാ നമസ്കാര ഒരുക്കങ്ങൾക്കിടെ അയാൾ പള്ളിയിൽ പ്രസംഗം നടത്തുന്നു. ചാനലുകാരും ഓൺലൈനുകാരും സദാ അയാൾക്ക് പിറകെയാണ്. അയാളുടെ വിടുവായുത്തങ്ങളും ന്യായീകരണങ്ങളും അവർ ആഘോഷമാക്കി മാറ്റുന്നു. ക്യാമറകൾക്ക് മുൻപിൽ അയാളുടെ പ്രശസ്തി അത്യുന്നതയിലെത്തിയിട്ടുണ്ട്. MLA-മാർ വരെ അയാളെ പൊന്നാടി അണിയിക്കുന്നു. ചുരുക്കത്തിൽ കന്നിന് പിറകെ എന്ന മട്ടിൽ. വിദേശത്ത് നടന്ന ഒരു കൊലക്കേസിലെ പ്രതിയാണ് റഹീം. അയാൾ ചെയ്ത കുറ്റകൃത്യം എന്താണെന്ന് കൂടി പറയാം. അതറിയണമെന്ന നിർബന്ധം ആർക്കുമില്ല. 2006 കോഴിക്കോട് കോടമ്പുഴ മച്ചിലകത്ത് പീഡിയക്കൽ വീട്ടിൽ റഹീമിന്റെ കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത്. സൗദി റിയാദിൽ ഫായിസ് അബ്ദുള്ള അൽ ഷഹറി എന്ന സ്പോൺസറുടെ വീട്ടിൽ ഹൗസ് ഡ്രൈവറായിരുന്നു റഹീം. അപകടത്തെ തുടർന്ന് ചലനശേഷി നഷ്ടപ്പെട്ട സ്പോൺസറുടെ 14-കാരനായ ഇളയ മകന്റെ പരിചരണമായിരുന്നു റഹീമിനുള്ള മുഖ്യ ചുമതല. ആ കുട്ടിയുടെ കഴുത്തിൽ ശ്വാസനാളത്തിലേക്ക് തുളയിട്ട് ഘടിപ്പിച്ച ട്രെക്കിയോസ്റ്റമി ട്യൂബുമായി ബന്ധിപ്പിച്ച പോർട്ടബിൾ വെന്റിലേറ്റർ മെഷീനിന്റെ സഹായത്തോടെയാണ് ആ ബാലൻ ജീവൻ നിലനിർത്തിയിരുന്നത്. കുട്ടിയുമായി കാറിൽ സഞ്ചരിക്കുമ്പോൾ നിരത്തിലെ ചുവപ്പ് ട്രാഫിക് സിഗ്നൽ കട്ട് ചെയ്ത് മുന്നോട്ടു പോകാൻ ആവശ്യപ്പെട്ട് കുട്ടി ബഹളമുണ്ടാക്കി. റഹീം അത് കാര്യമാക്കിയില്ല. അരിശം പൂണ്ട പയ്യൻ പലതവണ റഹീമിനെ തുപ്പി. അവനെ തടയാൻ ശ്രമിച്ചപ്പോൾ കുട്ടിയുടെ കഴുത്തിൽ ഘടിപ്പിച്ച ഉപകരണത്തിൽ റഹീമിന്റെ കൈ തട്ടി അത് ഡിസ്കണക്ട് ആവുകയും ചെയ്തു. ഇക്കാര്യം ശ്രദ്ധിക്കാതെ യാത്ര തുടർന്ന റഹീം കുട്ടിയുടെ ശബ്ദമൊന്നും കേൾക്കാതായതോടെ വണ്ടി നിർത്തി പരിശോധിച്ചപ്പോഴാണ് കുട്ടി അപസ്മാരപാതിയിൽ കിടക്കുന്നതായി കണ്ടത്. അധികം താമസിയാതെ കുട്ടി മരണപ്പെടുകയും ചെയ്തു. ഇത്രയും വരെയുള്ള സംഭവം ഒരു കയ്യബദ്ധമായി നമുക്ക് വിലയിരുത്താവുന്നതാണെങ്കിലും കാര്യങ്ങളുടെ ഗതി മാറുന്നത് ഇനി അങ്ങോട്ടാണ്. കുട്ടിയുടെ മരണം മനസ്സിലാക്കിയ റഹീം റിയാദിൽ ജോലി ചെയ്യുന്ന ബന്ധുവായ നസീറിനെ വിളിച്ചു വരുത്തുകയും രക്ഷപ്പെടാനായി ഒരു പദ്ധതി ആവിഷ്കരിക്കുകയും ചെയ്തു. അത് പ്രകാരം റഹീമിനെ വണ്ടിയുടെ ഡ്രൈവിംഗ് സീറ്റിൽ കെട്ടിയിട്ട് നസീർ പോലീസിനെ വിളിക്കുകയായിരുന്നു. പണം തട്ടാനായി കവർച്ചക്കാർ റഹീമിനെ കാറിൽ ബന്ധിച്ച ശേഷം കുട്ടിയെ ആക്രമിച്ചതായും കുട്ടി മരണപ്പെടുകയും ചെയ്തു എന്നതായിരുന്നു ഇയാൾ മെനഞ്ഞുണ്ടാക്കിയ കഥ. സംഭവിച്ചത് കയ്യബദ്ധമായിരുന്നുവെങ്കിൽ കുട്ടിയെ പരമാവധി വേഗത്തിൽ ഏതെങ്കിലും ആശുപത്രിയിൽ എത്തിക്കുന്നതിന് പകരം കള്ളക്കഥ മെനഞ്ഞ് സംഭവം വഴി തിരിച്ചുവിടാൻ ശ്രമിച്ചത് വിഷയത്തെ കൂടുതൽ സങ്കീർണമാക്കി. തന്റെ മകനെ റഹീം മനഃപൂർവ്വം കൊലപ്പെടുത്തിയതാണെന്ന് പിതാവും കുടുംബവും ഉറച്ചു വിശ്വസിച്ചു. ഒരു നുണക്കഥ മെനഞ്ഞുണ്ടാക്കിയത് മൂലം സംശയത്തിന്റെ ആനുകൂല്യത്തിന് റഹീം അനർഹനായി. മാത്രമല്ല, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉദ്ധരിച്ചുകൊണ്ട് അപ്പോഴത്തെ ദേഷ്യത്തിൽ മനഃപൂർവ്വം കുട്ടിയുടെ ജീവൻ രക്ഷാ ഉപകരണം തട്ടിമാറ്റിയെന്ന പ്രോസിക്യൂഷൻ വാദത്തിൽ കാമ്പുണ്ടെന്ന നിരീക്ഷണവും കോടതി നടത്തി. സാഹചര്യ തെളിവുകളും റഹീമിന് പ്രതികൂലമായിരുന്നു. കോടതി മുമ്പാകെ കുറ്റം സമർപ്പിച്ച റഹീമിന് ശരീഅത്ത് കോടതി വധശിക്ഷ വിധിച്ചു. റഹീമിന്റെ ബന്ധുവായ നസീർ ആകട്ടെ കേസിൽ മാപ്പ് സാക്ഷിയാവുകയും നീണ്ട കാലത്തെ ജയിൽ ശിക്ഷയ്ക്ക് ശേഷം നാട്ടിലെത്തുകയും ചെയ്തു. 2006 നടന്ന സംഭവത്തിൽ 2008 കേസ് വിധി പ്രസ്താവിച്ചുവെങ്കിലും വർഷങ്ങൾ പിന്നിട്ടിട്ടും സൗദി ഭരണകൂടം വധശിക്ഷ നടപ്പിലാക്കിയില്ല. ജയിൽവാസത്തിനിടയ്ക്ക് സാധ്യമായ സമയത്തെല്ലാം വധശിക്ഷയ്ക്കെതിരെ വിചാരണ കോടതിയിലും മേൽക്കോടതിയിലും മറ്റുമായി റഹീം പലതവണ അപ്പീൽ സമർപ്പിച്ചുവെങ്കിലും അതൊന്നും പരിഗണിക്കപ്പെട്ടതുമില്ല. ഇതിനിടെ കൊല്ലപ്പെട്ട ബാലന്റെ പിതാവ് മരണപ്പെട്ടതോടെ വിഷയത്തിൽ കൂടുതൽ സങ്കീർണതയുണ്ടായി. റഹീമിന് വധശിക്ഷ നൽകിയെങ്കിലേ നീതിയാവൂ എന്ന നിലപാടിൽ കുട്ടിയുടെ മാതാവും പെൺമക്കളും ഉറച്ചുനിന്നു. നഷ്ടപരിഹാരം സ്വീകരിച്ച് റഹീമിന് മോചനം നൽകിക്കൂടെ എന്ന അപ്പീൽ കോടതിയുടെ ആവർത്തിച്ചുള്ള ചോദ്യങ്ങളോട് തീർത്തും നിഷേധ നിലപാടായിരുന്നു അവർക്ക്. റഹീമിന് ഒരിക്കലും സാധിക്കാത്ത വലിയൊരു തുക, അതായത് 1.5 കോടി സൗദി റിയാൽ, ഏകദേശം 34 കോടി ഇന്ത്യൻ രൂപയാണ് അവർ ആവശ്യപ്പെട്ടത്. സാമാന്യം സാമ്പത്തികമായി മെച്ചപ്പെട്ട അറബി കുടുംബം പണക്കൊതി കൊണ്ടല്ല ഭീമൻ തുക ആവശ്യപ്പെട്ടത്. പണം നൽകാൻ കഴിയാതെ വരുമ്പോൾ വധശിക്ഷ തുടർന്നും നീട്ടിക്കൊണ്ടു പോകാനാകില്ല എന്നാണ് അവർ കണക്ക് കൂട്ടിയത്. കൊല്ലപ്പെട്ട ബാലന്റെ ബന്ധുക്കൾ കൊലയാളിയിൽ നിന്ന് ബ്ലഡ് മണി സ്വീകരിക്കാൻ തയ്യാറായതോടെയാണ് ഈ വിഷയത്തിൽ വഴിത്തിരിവുണ്ടാകുന്നത്. 2024 മാർച്ച് 7 മലപ്പുറത്ത് ഏതാനും യുവാക്കൾ രൂപം നൽകിയ സേവ് അബ്ദുൾ റഹീം എന്ന ആപ്പിലൂടെ
34,47,16,614 രൂപ സ്വരൂപിച്ചു. കൂടുതൽ തുക മലപ്പുറം ജില്ലയിൽ നിന്നായിരുന്നു. 9,28,36,577 രൂപ. കേവലം ദിവസങ്ങൾ കൊണ്ട് മാത്രം 34 കോടി രൂപ സ്വരൂപിച്ച് അത്യത്ഭുതം സൃഷ്ടിച്ച മലയാള മനസ്സിന്റെ നന്മയും ഒരുമയും അത്ഭുതപ്പെടുത്തുന്ന ചരിത്ര വസ്തുത തന്നെയാണ്. ആ പണം നൽകിയാണ് റഹീം കൊലവാളിൽ നിന്നും മോചിതനാകുന്നതും നാട്ടിലെത്തുന്നതും. മലയാളികളുടെ സഹാനുഭൂതിയും ആപൽബാന്ധവും എല്ലാം ലോകത്തിന് മാതൃകയാണ്. അക്കാര്യത്തിൽ ഒരു തർക്കവുമില്ല. റഹീമിനെ പോലെയുള്ളവർ ലോകത്തോട്, പ്രത്യേകിച്ച് മലയാളികളോട് താൻ ചെയ്ത തെറ്റിന് മാപ്പ് പറയാൻ ബാധ്യസ്ഥനാണ്. പക്ഷെ അയാൾ ഇപ്പോൾ ഒരു തരം ഹീറോ ചമയുന്നു. അതിന് കുട ചൂടി പിടിക്കാൻ ഒരുപാട് പേരും. അയാൾക്ക് താരപരിവേഷം ചാർത്തിയുള്ള പൊറോട്ട് നാടകം. ഗൾഫ് നാടുകളിൽ ചിലയിടത്ത് നിലനിൽക്കുന്ന ശരീഅത്ത് നിയമത്തെ പഴിചാരിയാണ് പല കുറ്റവാളികളും നിരപരാധിയാണെന്ന ഭാഷ്യം ചമയുന്നത്. പ്രതികളുടെ മൊഴിയും സാക്ഷിമൊഴികളും തൊണ്ടി പരിശോധനകൾ ഉൾപ്പെടെയുള്ള മാനദണ്ഡങ്ങൾ അവലംബിച്ചും നിയമത്തിന്റെ സാധ്യമായ എല്ലാ വഴികളും ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് തലനാരിഴ കീറി പരിശോധന നടത്തിയ ശേഷം കുറ്റവാളി എന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് ശരീഅത്ത് കോടതി ശിക്ഷ വിധിക്കുക. കൊലപാതക കേസുകളിൽ ഇരയുടെ ആശ്രിതർക്ക് കുറ്റവാളി ദയാദാനം നൽകാൻ തയ്യാറായാൽ വധശിക്ഷയിൽ ഇളവ് നൽകുമെന്ന് മാത്രം. ഇത് തന്നെയാണ് റഹീമിന് അനുഗ്രഹമായത്. കൊലപാതകം, മയക്കുമരുന്ന് കടത്ത്, ലഹരി വസ്തുക്കളുടെ വിപണനം, പലതരത്തിലുള്ള സാമ്പത്തിക തട്ടിപ്പുകൾ, ലൈംഗിക അതിക്രമങ്ങൾ, മത്സ്യത്തൊഴിലാളികളുടെ സമുദ്രാതിർത്തി ലംഘനം തുടങ്ങി വിവിധ ഗൾഫ് രാജ്യങ്ങളിലെ ജയിലുകളിൽ 6000-ഓളം ഇന്ത്യക്കാരുണ്ട് എന്നാണ് ഔദ്യോഗിക റിപ്പോർട്ട്. ഇതിൽ 100 കണക്കിന് ആളുകൾ മലയാളികളുമാണ്.